നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ നാളുകൾ സംഘർഷഭരിതമായിരിക്കും എന്ന സൂചന തുടക്കത്തിലേ നൽകിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങാനിരിക്കെ പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് പിന്മാറിയാണ് ഇന്ത്യ സഖ്യം നിലപാടിലെ കാർക്കശ്യം ആദ്യമായി പുറത്തു കാണിച്ചത്. കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടേം സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിനുള്ള പ്രതിഷേധ സൂചകമായാണ് തീരുമാനം. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ DMKയിലെ TR ബാലു, കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ്, തൃണമൂൽ കോൺഗ്രസിലെ സുദീപ് ബന്ദോപാധ്യായ എന്നിവർ ഉണ്ടായിരുന്നു. കീഴ്വഴക്ക പ്രകാരം കൊടിക്കുന്നിൽ സുരേഷിനാണ് പ്രോട്ടേം സ്പീക്കർ ആകാനുള്ള അവകാശം എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായ വർഷങ്ങളിൽ പാർലമെന്റിൽ എത്തിയിരുന്ന ആളല്ല എന്നും 2024 പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. പ്രോട്ടേം സ്പീക്കറായി BJP MP ഭർതൃഹരി മഹ്താബിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് ശക്തമായ താക്കീതാണ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. 10 വർഷത്തിനിടെ ആദ്യമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു എന്നത് ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസമേകുന്നുണ്ട്. 234 MP ഉള്ളതിനാൽ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിത വീര്യത്തോടെയാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത്. വലിയ ചർച്ചയായ നീറ്റ് അടക്കമുള്ള പരീക്ഷാ വിവാദങ്ങൾ തന്നെയായിരിക്കും ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. പരീക്ഷാ പേപ്പർ ചോർന്നതും ഇതിന് പിന്നാലെ ദേശീയ പരീക്ഷാ ഏജൻസി നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതും രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ് എന്ന ആരോപണം ഇതിനോടകം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. അതിനിടെ NDAയിലും ഇന്ത്യ സഖ്യത്തിലും ഉൾപ്പെടാത്ത ഇതര കക്ഷികളായ BJD, YSRCP തുടങ്ങിയ പാർട്ടികളുടെ നിലപാട് ശ്രദ്ധേയമാകും. നീറ്റ് വിവാദത്തിൽ ഈ കക്ഷികളെ കൂടി ഒപ്പം കൂട്ടാൻ ഇന്ത്യ സഖ്യം പദ്ധതിയിടുന്നതായി വൃത്തങ്ങൾ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നം പ്രതിപക്ഷ വേദിയുടെ വിപുലീകരണം ഉറപ്പാക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. UPയിൽ നേടിയ മികച്ച വിജയവും തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയുടെ പാർലമെന്റിലേക്കുള്ള തിരിച്ചുവരവും പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് പണം നൽകിയതിന്റെ പേരിൽ കഴിഞ്ഞ ടേമിൽ പാർലമെന്റ് അംഗമായി അയോഗ്യയാക്കപ്പെട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ മഹുവ മൊയ്ത്ര വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ പിണക്കത്തിലായിരുന്ന തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്ന് മമതാ ബാനർജി വാഗ്ദാനം നൽകിയിരുന്നു. ഇത് ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ഒന്നുകൂടി വർദ്ധിപ്പിക്കും. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നതാണ് പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസമേകുന്ന മറ്റൊരു ഘടകം. TDP JDU കക്ഷികളുടെ ബലത്തിലാണ് BJP അധികാരത്തിലിരിക്കുന്നത്. ഈ രണ്ട് കക്ഷികളെയും ഏത് വിധേനയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സഖ്യം ആരംഭിച്ചതായാണ് വിവരം. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ പ്രധാനമന്ത്രിയെ കോൺഗ്രസ് 3/1 പ്രധാനമന്ത്രി എന്നാണ് വിളിക്കുന്നത്. NDA അധികം വൈകാതെ ശിഥിലമാകും എന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ലഭിക്കുന്ന ഒരായുധവും അവർ പാഴാക്കില്ല. പാർലമെന്റിനെ കഴിഞ്ഞ 10 വർഷക്കാലം അവഗണിച്ച പ്രധാനമന്ത്രിക്ക് ഇനി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുറപ്പാണ്. വിരുന്നുകാരനെ പോലെ വന്നു പോകാനാവില്ലെന്ന് സാരം.